Good afternoon, all. Good afternoon. നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്നത് ലീഗൽ ഇഷ്യൂസ് ആണ്. ലീഗൽ ഇഷ്യൂസ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് നോക്കിയായിരുന്നോ വായിച്ച്? അത് ആക്ട്സ് ആണ്, പൊതുവെ ആക്ടുകൾ ആയതുകൊണ്ട് തന്നെ അതിനുള്ള നിയമങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പോകണം. അപ്പോ പറഞ്ഞു നിർത്തിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ? ചാപ്റ്ററിന്റെ പേര് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയാണ് എടുക്കേണ്ടത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. അതുവരേക്കും എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കി കാണും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ആക്ടുകൾ കൂടി ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണം. നമുക്ക് ഒരു കസ്റ്റമർ എന്ന നിലയിൽ ബിസിനസ് മാനേജർ പറഞ്ഞു കഴിഞ്ഞാല് കിട്ടേണ്ട കുറച്ച് റൈറ്റുകളുണ്ട് അല്ലെ? ഒരു നമ്മൾ പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന പൈസക്ക് അത്രയും ഗുണനിലവാരമുള്ള അത്രയും ക്വാളിറ്റിയോട് കൂടിയ സാധനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇൻ കേസ് അത് ആ കോൺട്രാക്ട് അനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടല്ല നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ട് നമുക്ക് ഇത്രയും ആക്ട് വഴി നമുക്കത് എവിഡൻസോട് കൂടിയിട്ട് ഈ നിയമത്തിന്റെ കീഴിൽ എന്നുള്ള ആ ഒരു ഇതിന്റെ മുഖേന തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തില് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ആ നിയമത്തില് എന്താ പറയുന്നത്, ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് വേൾഡ് എക്കണോമിക് ഫോറം, അതാണ് WEF, അതിന്റെ ഫുൾ ഫോം വന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വേൾഡ് എക്കണോമിക് ഫോറം. അത് എന്നാ നിലവിൽ വന്നത്? 1 സെപ്റ്റംബർ 1987, 1987 സെപ്റ്റംബർ 1-ാം തീയതി മുതലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. എന്തിന്റെ? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫോഴ്സ്, അതിന്റെ സമ്മർദ്ദത്തിലാണ് ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോ എന്താണ്? ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് വേൾഡ് എക്കണോമിക് ഫോറം 1 സെപ്റ്റംബർ 1987. എന്താണ് അതിൽ പറയുന്നത്? അഡ്വാൻറ്റേജ്, minimum cost is involved and matter is decided within 3 to 4 months. നമുക്കറിയാം നിശ്ചിത ഒരു ഇതിലൂടെ അല്ലെ, നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇൻ കേസ് ഇതനുസരിച്ചിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നമ്മൾ ലഭിച്ചില്ല എങ്കിൽ, എന്തെങ്കിലും മാറ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 3-4 മാസത്തിനുള്ളില് അതിന്റെ പരിഹാരം നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ആക്ടിന്റെ കീഴില് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അഡ്വാൻറ്റേജ്, മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. 3-4 മാസത്തിനുള്ളില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം കിട്ടും. That provides redressal for defective goods, deficient service, unfair trade practices. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞപ്പോ ഒരു ഗുഡ്സ് അല്ലെ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സാധനം തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നേടിയിരിക്കണം. ഇൻ കേസ് ഡെഫിഷ്യന്റ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഫക്റ്റീവ് ഗുഡ്സ്, അതായത് നല്ല കേടായ എന്തെങ്കിലും വസ്തുക്കളോ, അതേമാതിരി തന്നെ സർവീസുകൾ നമ്മളിപ്പോ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു 3 മാസത്തിനുള്ളിൽ ഒരു വാറന്റി ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ആ സർവീസ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ, മറ്റേതെങ്കിലും ട്രേഡുമായി ബന്ധപ്പെട്ട ആ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം നേടാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് റീഡ്രസൽ, അതിന്റെ പരിഹാരം പ്രൊവൈഡ്സ് റീഡ്രസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരം കണ്ടെത്തുക.
ഇത്തരത്തിലുള്ള കേടുപറ്റിയ വസ്തുക്കൾ ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ സർവീസ് കൃത്യമായിട്ട് കിട്ടാതിരിക്കുമ്പോഴോ മറ്റേതെങ്കിലും വാണിജ്യവുമായി ബന്ധപ്പെട്ട് അതായത് ആ ഒരു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് 3-4 മാസത്തിനുള്ളിൽ അതിന്റെ പരിഹാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആക്ടിന്റെ കീഴിൽ പ്രവർത്തിക്കാവുന്നതാണ്. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത്. ഇനി ആ ഒരു ആക്ടിന്റെ കീഴിൽ കൺസ്യൂമർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ആരാണ് ഉപഭോക്താവ്? A person who hires any services for any considerations. അതായത് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ, ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം വസ്തുക്കളെല്ലാം നമ്മൾ മേടിക്കുന്നത്. ഹോസ്പിറ്റലിൽ നമ്മൾ സർവീസ് ആണ് മേടിച്ചെടുക്കുന്നത്. നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും പേയ്മെന്റുകളൊക്കെ ചെയ്തിട്ടാണ് അവിടുത്തെ സേവനം നമ്മൾ കരസ്ഥമാക്കുന്നത്. അപ്പൊ പേഴ്സൺ ആരാണോ ആ കൺസിഡറേഷൻ കൊടുക്കുന്നത്, നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുന്നത്, ആ വ്യക്തി ആ സേവനം നേടിയെടുക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയെ പറയുന്ന പേരാണ് കൺസ്യൂമർ, ഉപഭോക്താവ് എന്നുള്ളത്. അതാണ് കൺസ്യൂമർ. ഇതിന്റെ ടേമിൽ വരുന്ന കൺസ്യൂമർ എന്ന പദം പറയുന്നത്. ദെൻ ഡെഫിഷ്യൻസി. എന്താണ് ഡെഫിഷ്യൻസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ദൗർലഭ്യത. അതിന്റെ എക്സാക്ട് മീനിങ് ദൗർലഭ്യത. എന്താണ് ഡെഫിഷ്യൻസി? ഫോൾട്ട്, imperfection, shortcoming, or inadequacy in the quality, nature, and manner of performance of a contract or otherwise in a relation to the service. അതായത് നമ്മളിപ്പോ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോൺട്രാക്ട് അല്ലെ, ഒരു പൈസ കൊടുക്കുന്നത് അനുസരിച്ചിട്ടുള്ള ഒരു വസ്തു നമുക്ക് ലഭിക്കണമെന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗുമേയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ആഗ്രഹിക്കുന്നുണ്ടാവും, ക്വാണ്ടിറ്റി അതായത് ഗുണമേന്മയും അതേമാതിരി തന്നെ അളവിലെല്ലാം നമ്മൾ ഒരു പ്രത്യേകത കാണുന്നുണ്ടാവും. അതനുസരിച്ച് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതൊരു ദൗർലഭ്യതയാണ്. ഇൻ കേസ് അതർവൈസ് സർവീസിന്റെ കാര്യത്തിൽ നമുക്കറിയാം നമ്മളൊരു നിശ്ചിത പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ സേവനങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന പേയ്മെന്റിന് അനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആണ് എന്താ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ദൗർലഭ്യത, അതിന്റെ അഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ട് മൂല്യമുള്ള വസ്തുക്കൾ കിട്ടുമെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതനുസരിച്ച് ആ വസ്തുക്കൾ കിട്ടാതെ വരുമ്പോഴോ ഇൻ കേസ് സേവനത്തിന്റെ ബേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോമ്പൻസേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സർവീസ് മതിയായ അളവിലുള്ള സർവീസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയ സർവീസ് കിട്ടാതെ വരുമ്പോഴെല്ലാം എന്താണ് ഡെഫിഷ്യൻസി എന്ന അതിന്റെ അണ്ടറിൽ നമുക്ക് ആ ഒരു കാര്യം ഉന്നയിക്കാവുന്നതാണ്. ദെൻ സർവീസ്. എന്താണ് സർവീസ് എന്നുള്ളത്? സേവനം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. അതായത് ഫ്രീ ആയിട്ടുള്ള സേവനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള എന്തെങ്കിലും സേവനത്തിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സാധനങ്ങളല്ല സേവനങ്ങൾ നമുക്ക് കാണാനായിട്ട് അല്ലെ, നമുക്കത് ഇത്രയും എമൗണ്ട് അളവിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നീക്കി വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റും. കാണാൻ പറ്റില്ലെങ്കിലും മനസ്സിലാക്കി എടുക്കാനായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള സേവനങ്ങൾ അത് ഫ്രീ സർവീസ് അല്ല എങ്കിൽ അതൊരു നമുക്കറിയാലോ ഹോസ്പിറ്റലിനൊക്കെ പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള സർവീസ് സ്ഥാപനങ്ങളും ഉണ്ട്, അല്ലാതെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സേവനങ്ങൾ ഉള്ള പ്രോഫിറ്റബിൾ എന്നുള്ള ഒരു ലാഭേച്ഛയോട് കൂടിയിട്ട് സേവനങ്ങൾ നൽകുന്ന ഒരു സംഘടനകളുമുണ്ട്, അതായത് ഹോസ്പിറ്റലുകളുമുണ്ട്. അപ്പൊ ആ ഒരു ലേബലില് സർവീസ് എന്ന് പറയുന്നത് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. ഫ്രീ സർവീസ് അല്ലാത്ത സേവനങ്ങളെ സർവീസ് എന്ന പദത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ അത്രയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൺസ്യൂമർ ഡെഫിഷ്യൻസി സർവീസ് എന്നതിലേക്ക് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ ഒരു ടൈമിൽ ഒരു ഇതും കൂടെ ഉണ്ട്, എന്താണ് ടൈം ലിമിറ്റേഷനും കൂടി ഉണ്ട്. ജസ്റ്റ് നോക്കാം. ഈ ടൈം ലിമിറ്റേഷനോട് നോക്കാം. എ ക്ലെയിം ഫോർ എ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫിൽഡ് വിത്ത് 3 years. അതായത് നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലെയിമുകൾ ഉണ്ടായെങ്കിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, നേരത്തെ പറഞ്ഞതാണ് CPA ഫുൾ ഫോം എന്താണ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. നിങ്ങൾ എപ്പോഴും ഫുൾ ഫോംസ് ഒക്കെ നിങ്ങൾ കുറേശ്ശെ ഉണ്ടാവുള്ളൂ, അതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് നോക്കി വെക്കണം.
അപ്പൊ എന്താണ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിന്റെ ആ ഒരു മസ്റ്റ് ബി ഫിൽഡ് അവർ പറയുന്ന ക്ലെയിമിന്റെ കോമ്പൻസേഷൻ ഒക്കെ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. അവരെന്താണ് പറയുന്നത് 3 വർഷത്തിനുള്ളില് അതിനുള്ളില് ആ ക്ലെയിമിന്റെ ആ ഒരു പ്രോബ്ലംസ് മാറ്റി തരിക. അതായത് നമ്മൾ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കുക അല്ലെ, ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇനി നാഷണൽ ഫോറം ഡീൽസ് കേസസ് 30 lakhs നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ഇത് എന്ന് പറയുന്നത്? ഒരു ഫോറമാണ് അല്ലെ. നമ്മള് ഈ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു WEF എന്ന് പറയുന്നത് വേൾഡ് എക്കണോമിക് ഫോറം. അപ്പൊ അതിന്റെ അണ്ടറിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നാഷണൽ ഫോറം ഡീൽസ്. നാഷണൽ ലെവലിലാണ് എങ്കിൽ എന്താണ് ആ കേസ് 30-ന് മേലെ അല്ലെ, 30-ന് അതുവരേക്കുമുള്ള കേസുകൾ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ഫോറമിന്റെ എന്താണ് പറയുന്നത്? 5 ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഒരു ലിമിറ്റേഷൻ ഇതോടുകൂടി ഉണ്ട്. നാഷണൽ ലെവലാണെങ്കിൽ 30 ലക്ഷത്തിൽ അധികം ഇത്ര ഇയറിനുള്ളിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ വിവിധ കേസുകൾ ഇങ്ങനെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്ര ഇയറിനുള്ളിൽ ഇത്രയും ഇത് ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേസ് ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റിലാന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഗണിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നാഷണൽ ലെവലാണെങ്കിൽ 30 ലക്ഷത്തിനോളം പരിഹാരം കിട്ടിയിരിക്കണം. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ 5 lakh അത്രയുമുള്ള അതിനേക്കാൾ അതുവരേക്കുമുള്ള അല്ലെങ്കിൽ 5 lakhന് മേലെയുള്ള അത്രയും കേസുകൾക്ക് പരിഹാരം കണ്ടെത്തണം. ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs അതായത് 5 ലക്ഷം വരേക്കും ഡിസ്ട്രിക്ട് ലെവലിലുള്ള കേസുകളൊക്കെ ഇത്രയും വർഷത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തിയത്. ആക്ടിന്റെ കീഴില് ഉള്ള ഒരു ടേംസുകളാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ അവര് നടപ്പാക്കി തീർക്കേണ്ടതുണ്ട്. അതാണ് ആ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. നാഷണൽ ലെവലില് 30 ലക്ഷത്തിന് മേലെ തന്നെ സ്റ്റേറ്റ് ലെവലാണെങ്കിൽ 5 ലക്ഷത്തിലധികം കേസുകൾ നോക്കാം ഇത്ര സമയത്തിനുള്ളിൽ. അതേമാതിരി തന്നെ ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ 5 ലക്ഷം വരേക്കുമുള്ള കേസുകൾ തീർപ്പാക്കിയിരിക്കണം. അത്രയുമാണ് നമ്മുടെ കൺസ്യൂമറിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ആക്ടിന്റെ ഇതും കൂടിയാണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ ടേം വരുമ്പോഴും ആ രീതിയിൽ സേവനവുമായി കണക്ട് ചെയ്ത് പഠിക്കാം. ഒന്നുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ ആ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ നമ്മൾ ഉപഭോക്താക്കൾ അതെ ഓക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മുതൽ പറയുകയാണ്. എന്താണ് നമ്മളുടെ ഉപഭോക്താക്കളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ നമ്മൾ മേടിക്കാൻ ചെല്ലുന്ന വ്യക്തികളുടെ ആ ഒരു കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചിട്ടുള്ള മൂല്യമുള്ള വസ്തുക്കള് അതേ അളവില് നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് വെച്ച് നമ്മളിപ്പോ 1 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ അല്ലെ നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ ആവുമ്പോൾ ആ കിലോ കണക്കിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പൈസയ്ക്ക് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതേസമയം നമ്മളൊരു TV ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു ഇതിനെ അല്ലെ ഒരു സിസ്റ്റത്തിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നത്. അതേമാതിരി തന്നെ നമ്മൾ സേവനത്തിനും കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ കാണുമ്പോഴും ഡോക്ടർക്കും ആ സേവനത്തിനനുസരിച്ചിട്ടുള്ള ഒരു തുക നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടിനനുസരിച്ചിട്ടുള്ള മതിയായ തൂക്കത്തിൽ നമുക്ക് സാധനങ്ങൾ ലഭ്യമാക്കണം. സേവനമാണെങ്കിലും മതിയായ അളവിൽ നമുക്ക് ലഭ്യമാക്കണം. അത് മതിയായ നല്ല ഗുണമേന്മയുള്ളതുമായിരിക്കണം അല്ലെ. നമുക്ക് നല്ല ഗുണമേന്മയുള്ള സാധനം തന്നെ അല്ലെങ്കിൽ സേവനം തന്നെ നമുക്ക് ലഭ്യമാക്കണം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഇന്ന ടൈമിലൂടെ നമുക്ക് നിർദ്ദേശിച്ചു തരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടുകളാണ് ഇതിൽ പറയുന്നത്, നിയമങ്ങളാണ് പറയുന്നത്. ദിസ് ആക്ട് കമ്സ് ടു ഫോഴ്സ് വേൾഡ് എക്കണോമിക് ഫോറം. ആ ഫോറത്തിന്റെ കീഴിലാണ് അതിന്റെ ഫോഴ്സിനോട് കൂടിയിട്ടാണ് ഈ ആക്ട് വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് മിനിമം കോസ്റ്റ് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് 3-4 മാസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ പറയുന്നു ഡിഫക്റ്റീവ് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് കേടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സർവീസുകൾ മതിയായ രീതിയിൽ അല്ലാതെ വരുമ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ വാണിജ്യപരമായ രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ 3-4 മാസത്തിനുള്ളിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്.
ഇനി അതിൽ കൺസ്യൂമർ ആരാന്ന് പറഞ്ഞു. കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനനുസരിച്ചിട്ട് സർവീസ് സേവനം ലഭ്യമാക്കേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിലെ കൺസ്യൂമർ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ആണ് അവിടുത്തെ കൺസ്യൂമർ. അവരാണ് ബില്ല് പേ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് സേവനം കരസ്ഥമാക്കുന്നത്. അപ്പൊ ആ കൺസിഡറേഷൻ കൊടുക്കുന്ന വ്യക്തി, ആ വ്യക്തിയെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഒരു ബില്ല് പേ ചെയ്യുന്ന രീതിയാണോ ഹോസ്പിറ്റലിലെങ്കിൽ ആ ബില്ല് പേയ്മെന്റ് ചെയ്യുന്ന വ്യക്തിയെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് or inadequacy in the quality, nature, manner of performance of the contract or otherwise in relation to the services. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഈ സർവീസിൽ നമ്മളിപ്പോ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് തന്നെ ഉള്ള സേവനങ്ങൾ മതിയായ അളവിൽ ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നല്ല ഗുണമേന്മയില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയോ കുറഞ്ഞ എന്തെങ്കിലും സേവനങ്ങളാണ് ഹോസ്പിറ്റലിന് ലഭ്യമാകുന്നത് എങ്കിൽ അതിനെയാണ് ഡെഫിഷ്യൻസി, അതായത് അഭാവം, ദൗർലഭ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും സർവീസ് എന്താകും? സർവീസ് എന്ന് പറയുന്നത് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. ഫ്രീ സർവീസ് ആയിട്ടുള്ളതിനെ ഒഴിവാക്കിക്കൊണ്ട് നൽകുന്ന സേവനങ്ങൾ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന ഫ്രീ സർവീസ് ആണെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമോ? ഇല്ല. പേയ്മെന്റ് കൊടുക്കുന്നത് ഫ്രീ സർവീസ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഫ്രീ സർവീസ് അല്ലാതെ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ സർവീസ് മേടിക്കുന്നെങ്കിൽ അവിടെയാണ് സർവീസ് എന്ന ടേം അവിടെ ഈ ഇതിന്റെ ആക്ടിന്റെ കീഴിൽ വരുന്നത്. ടൈം ലിമിറ്റേഷൻ, അതായത് നമുക്ക് ഇങ്ങനെയുള്ള കേസുകൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരു കോടതിയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നീണ്ടു കിടക്കും അല്ലെ. ആ കേസ് ഇങ്ങനെ നാളുകൾക്ക് നീണ്ട് വിധി വരുമ്പോഴേക്കും ഏതാണ്ട് ചിലപ്പോഴെങ്കിൽ പേഷ്യൻസ് ഒക്കെ ഒരുമാതിരി കഴിഞ്ഞിട്ടായിരിക്കും അതിനൊരു വിധി നടപടി വരുന്നത്. അപ്പൊ ആ ഒരു ഇതിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ പറയാണ് എന്താണ് ടൈം ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ടേഡ് അദ്ദേഹത്തിന്റെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന്റെ കീഴിലാണ് അത് കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് 3 വർഷത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടേണ്ടതാണ്. നാഷണൽ ലെവലിലാണെങ്കിൽ ഒരു 30 ലക്ഷത്തോളം കേസുകൾ, അതിന് മേലെ നമുക്ക് കേസുകൾക്ക് പരിഹാരം കണ്ടെത്താം. പിന്നെ സ്റ്റേറ്റ് ഫോറം വഴിയാണെങ്കിൽ 5 ലക്ഷത്തിൽ പരം, അതിനേക്കാൾ കൂടുതൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ കേസ് നീണ്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. 5 ലക്ഷത്തിന് മേലെയുള്ള കേസുകൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താം. ദെൻ ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs, അതായത് 5 ലക്ഷം വരേക്കുമുള്ള ഇതിലാണെങ്കിൽ കേസുകൾക്ക് ഇത് കണ്ടെത്താം. ടൈം ലിമിറ്റും കൊടുക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഒന്നുകൂടി ഇത് ആക്ട് ആയതുകൊണ്ട് അതിൽ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഞാൻ സർവീസും ഇതൊക്കെ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇച്ചിരി കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ട് ക്ലിയർ ആയോ? ലാസ്റ്റ് ടൈം ആണോ? ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം ഒന്നുകൂടി പറയോ? ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി പറയാനാണോ? A claim for compensation under CPA must be filled with 3 years. 3 ഇയറിനുള്ളിൽ അതിന്റെ കോമ്പൻസേഷൻ, അതായത് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം അല്ലെ. നമ്മൾ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനകം നഷ്ടപരിഹാരം കൊടുക്കും. അതിൽ CPA പറയുന്നത് എന്താന്ന് വെച്ചാൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് മസ്റ്റ്. അദ്ദേഹത്തിന് നമുക്കറിയാം ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ലോയറും അദ്ദേഹത്തിന്റെ ഇതൊക്കെ വേണം. അപ്പൊ അവരുടെ ഇതിൽ വെച്ചിട്ടാണ് ഉപഭോക്തൃ സംസ്കരണത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫയൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവര് ഇത് കൃത്യമായിട്ട് മസ്റ്റ് ബി സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ഫില്ല് ചെയ്തിരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ അതിന്റെ കോമ്പൻസേഷൻ എത്രയാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. നാഷണൽ ഫോറം ഡീൽ കേസസ് 30 ലക്ഷം, അതൊരു ടേംസ്, അതിന്റെ എക്സാക്ട് മീനിങ് ആണ് 30 ലക്ഷത്തിൽ അധികം കേസുകൾ കൈകാര്യം ചെയ്യണം. സ്റ്റേറ്റ് ഫോറം 5 ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്യണം. ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs, അതായത് ഡിസ്ട്രിക്ട് ലെവൽ ആണെങ്കിൽ 5 ലക്ഷം വരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യും.
അതായത് ഓരോ ആക്ടിന്റെ കീഴിൽ ഇത്രയും കേസുകളെങ്കിലും നടപ്പാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതൊരു ടേം വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. അത്രയും കേസുകൾ ഒരു പക്ഷേ ഹോസ്പിറ്റലുമായി ഫേസ് ചെയ്തതാണ്, കൺസ്യൂമറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇതിന് എന്താ പറയാ, നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്താണ് സർവീസും അതേമാതിരി തന്നെ ഗുഡ്സും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോ ഹോസ്പിറ്റലിലെ മാത്രം കാര്യങ്ങളെല്ലാം ഇതിൽ ഡീൽ ചെയ്യാതിരിക്കാം, മറ്റു കാര്യങ്ങളും കൂടി ഡീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിന്റെ പരിഹാരം ടേംസ് പറയുന്നത് നാഷണൽ ഫോറം ആണെങ്കിൽ എന്താണ് 30 ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്യാം. സ്റ്റേറ്റ് ഫോറം ആണെങ്കിൽ 5 lakhs-ലധികം കേസുകൾ കൈകാര്യം ചെയ്യണം. ഡിസ്ട്രിക്ട് ആണെങ്കിൽ അപ് ടു 5 lakh വരെ. Then next, patient bill of rights. Patient bill of rights നമുക്ക് ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് വരുന്നുണ്ട്. നമ്മള് മറ്റേ കൺസ്യൂമേഴ്സിന്റെ അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ല ഇതിൽ വരുന്നത്. ഇതെന്താണെന്ന് നോക്കാം. എന്താണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സില് റെസ്പെക്ടബിൾ കെയർ, അതിൽ പറയുന്ന അവകാശങ്ങൾ, ഒരു പേഷ്യന്റിന്റെ അവകാശങ്ങളാണ് പരമാവധി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മെയിൻ കാണുന്നത് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റെസ്പെക്ടബിൾ കെയർ, അതായത് മാന്യമായ പരിചരണം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സേവനമാണ് മേടിച്ചെടുക്കുന്നത്, അവിടുന്ന് മാന്യമായ പരിചരണം ആവശ്യമുള്ളത് ആരുടെ, പേഷ്യന്റിന്റെ അവകാശമാണ്. അതാണ് എന്ത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്ന ഓരോ ഘടകങ്ങളാണ്. രണ്ടാമതായിട്ട് പറയുന്നത് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡിംഗ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്രസസ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലെ സേവനം മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവര് കൃത്യമായിട്ട് രോഗം എന്താണ്, ട്രീറ്റ്മെന്റ് അല്ലെ, ചികിത്സ എന്താണെന്നും അതേമാതിരി രോഗനിർണയം എന്താണ്, അതിന്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ എന്താണെന്നും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലുകാര് പ്രദാനം ചെയ്യേണ്ടതാണ്. അതായത് പേഷ്യന്റിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ചികിത്സ, അതെങ്ങനെയാണ് ചികിത്സ അല്ലെ, നമ്മളെ രോഗനിർണയം എങ്ങനെയാണ്, എന്താണ് രോഗം എന്നുള്ളതൊക്കെ നിർണയിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ ഇപ്പോഴത്തെ നമുക്കറിയാം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും എന്താണ് മാറ്റങ്ങൾ, വീണ്ടും വഷളായി പോകുന്നുണ്ടോ അല്ലെങ്കിൽ നോർമലായിട്ട് വരികയാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായ ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ഇതിന്റെ മൂന്നാമതായിട്ട് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഹി ഗീവ്സ് ദ കൺസെന്റ്. അതായത് അവരുടെ മുമ്പിൽ, ഡോക്ടറുടെ മുമ്പിലാണ് പേഷ്യൻസ് അവരുടെ രോഗാവസ്ഥ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സമ്മതത്തോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്, പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പേഷ്യൻസ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഫ്രം doctor before he gives consent. Then fourth point, right to refuse treatment to the extent permitted by law and to be informed. നമുക്ക് എന്തെങ്കിലും റെഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിരസിക്കാനായിട്ട് അല്ലെ, അനുവദിക്കുന്ന പരിധി വരെയും ലോയില് പറയുന്ന എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന, അതായത് ലോയിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് നിരസിക്കാനായിട്ട് സാധ്യതയുണ്ടോ ട്രീറ്റ്മെന്റ്. ചിലപ്പോൾ ചില പേഷ്യൻസിന് എന്താണ്, നമുക്ക് ചികിത്സ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചില പേഴ്സൺസിന്റെ ആരോഗ്യാവസ്ഥ അനുസരിച്ചിട്ട് ചില ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ശരിയായിട്ട് ഇതാണ് കൊടുക്കേണ്ടത്. ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ്, ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ടുള്ള ഹെൽത്തി ആ വ്യക്തിക്ക് ഉണ്ടാവാതെ വരും. ബിക്കോസ് നമുക്കറിയാം പ്രായമായവരൊക്കെ വരുമ്പോൾ ചില രോഗങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവരെ ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, അത് നിരസിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നിരസിക്കാനായിട്ടുള്ള അവകാശവും ഇവർക്കുണ്ട്. ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ ടു ബി ഇൻഫോംഡ്, അതായത് ലോ അനുസരിച്ചിട്ട് തന്നെ, നിയമം അനുസരിച്ചിട്ട് തന്നെ, നിയമപ്രകാരം തന്നെ അനുവദിച്ചിരിക്കുന്നത് അനുസരിച്ച് തന്നെ നമുക്ക് നിരസിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. അത് എല്ലായ്പ്പോഴല്ല നമ്മളിപ്പോ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുമ്പോൾ അത്, പക്ഷെ ചിലർക്ക് മാത്രമേ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള പറ്റുള്ളൂ. അല്ലാത്തവരെ നമ്മൾ നേരത്തെ കുട്ടികളെ ഡോക്ടേഴ്സ് പറയും ഇത് ചെയ്യേണ്ടതാണെന്ന് പറയും. ചിലപ്പോ അവരിൽ നിന്ന് സമ്മതപത്രം എഴുതി മേടിപ്പിച്ചിരിക്കും. കാരണം ഇതാണ് ശരിക്കും ഇവർക്ക് കൊടുക്കേണ്ട ചികിത്സ. പക്ഷെ ഈ വ്യക്തിയുടെ രോഗാവസ്ഥ കാരണം കൊണ്ട് അത് കൊടുക്കാൻ, ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റാതെ വരും.
അപ്പം അതനുസരിച്ചിട്ട് അവർക്ക് റിഫ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ആ ട്രീറ്റ്മെന്റ് നിരസിക്കാം. ദെൻ മെഡിക്കൽ കോൺസിക്വൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ അല്ലെ, സൈഡ് എഫക്റ്റുകൾ, ചിലപ്പോൾ സൈഡ് എഫക്റ്റുകൾ വരാം എന്നുള്ള ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോൺസിക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തര ഫലങ്ങൾ. Then right to privacy, all communication and records must be treated as confidential. നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ മുമ്പില് പേഷ്യൻസ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കും. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് പാസ് ചെയ്യാനുള്ള അധികാരം ഡോക്ടേഴ്സിന് ഇല്ല. അത് കോൺഫിഡന്റ് ആയിട്ട്, അത് ആത്മവിശ്വാസം കൊടുക്കാൻ തക്ക വിധത്തില് അവര് പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. റൈറ്റ് ടു privacy, all communication and the records must be treated as confidential. Then hospital must provide evaluation, service and referrals as indicated by the urgency of the case. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മള് ഹോസ്പിറ്റലുകാര് പ്രധാനമായിട്ടും ചെയ്യേണ്ട, മനസ്സിലാക്കി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പെട്ടെന്നൊരു അർജൻസി ആയിട്ട്, അടിയന്തരാവസ്ഥയായിട്ട് ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കണം അല്ലെ, എന്തെങ്കിലുമൊക്കെ വിലയിരുത്തി കൊടുക്കണം. ഇതാണ് ഇപ്പൊ നിങ്ങൾ ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് സർവീസ് ആണ് വേണ്ടതാണ്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് വന്നു, ഡോക്ടേഴ്സ് അവർക്ക് മനസ്സിലാക്കി, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും അവർക്കും എന്താണെന്ന് വെച്ചത് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എവാലുവേറ്റ് ചെയ്ത് വിവരിച്ച് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. നമ്മളൊരു പേഷ്യന്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മേൽനോട്ടത്തിലാണ് അല്ലെ, അവര് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടികളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആരാ? ഹോസ്പിറ്റലുകാര്. അപ്പൊ ഹോസ്പിറ്റലുകാര് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടാന്ന് വെക്കാം, പക്ഷേ ഇൻഫോം ചെയ്യേണ്ട ഡ്യൂട്ടി അവരുടെയാണ്. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് and referrals as indicated by the urgency of the case. Then a relation of a hospital to other hospital where one is being referred to. അപ്പൊ നമുക്ക് അറിയാം, മതിയായ സൗകര്യമില്ലാതെ ഒരു ഹോസ്പിറ്റലുകാർക്ക് അവർക്ക് ചില കേസുകൾ പിടിച്ചു വെക്കാനായിട്ടുള്ള ബാധ്യതയും ഇല്ല അല്ലെ. അവര് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇവിടെ സൗകര്യമാണ്, മറ്റു പ്ലേസിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അത് റെഫർ ചെയ്യാനുള്ള അധികാരവും അവർക്ക് ഹോസ്പിറ്റലുകാർക്കുണ്ട്. Relation of a hospital to other hospital where one is being referred. Then right to refuse to take part in research. അതായത് നമ്മള് ചില കാര്യങ്ങളൊക്കെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ നടത്തിയിരിക്കും. ഗവേഷണത്തിന് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ടീച്ചിങ്ങും കൂടി, ചില നഴ്സിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ ടീച്ചിങ് കൂടി അതിന്റെ കൂടെ നടത്തിക്കൊണ്ടിരിക്കും. ഇൻ കേസ് ചില അവർക്ക് റിഫ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോ ഗവേഷണത്തിന് പാടില്ല. അതായത് നമുക്ക് ചിലപ്പോ ഇൻ കേസ് ഒരു ബോഡി നമ്മള് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ അവർ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഗവേഷണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചോളാനൊക്കെ പറയും. നമ്മളെ ഇടയ്ക്കൊക്കെ ചില ന്യൂസുകളിൽ കേൾക്കാം, ഇങ്ങനെ വിട്ടുകൊടുത്തു ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർക്ക് ആ ബോഡി വിട്ടുകൊടുത്തു എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഗവേഷണത്തിന് വേണ്ട എന്ന് റിഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിരസിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് എ പാർട്ട് ഇൻ റിസർച്ച്. Right to know appointments, availability of a doctor, then continuity of health care demands after discharge. അതായത് ഡോക്ടർ ഇപ്പൊ നമ്മള് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെ വീട്ടിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പുതിയ ഇൻഫോർമേഷൻസ് ഒന്നും ഇവർക്ക് കൊടുത്തില്ല. ചിലപ്പോ എന്തെങ്കിലും ആ മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോ അവര് വീണ്ടും എന്തെങ്കിലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മരണക്കഥ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ഹോസ്പിറ്റലുകാരാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്ന ടൈമില് തിരിച്ചു വന്ന ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഈ മെഡിസിൻ കഴിയുമ്പോൾ ഇവിടെ വരേണ്ടതാണ്, വീണ്ടും ചെക്കപ്പ് എടുക്കേണ്ടതാണ് എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ആർക്ക് കൊടുക്കേണ്ടതാണ്? പേഷ്യൻസിന് കൊടുക്കേണ്ടതാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ്സും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുമാണ്. ഇൻ കേസ് അത് കൊടുത്തില്ലെങ്കിൽ അത് ആരുടെ പ്രോബ്ലം ആണ്? അത് ഹോസ്പിറ്റലുകാരുടെ പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ടാണ് റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷം വീണ്ടും വരേണ്ടതുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻസും കൊടുക്കേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലുകാരാണ്. ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ അവര് അവിടെ ലഭ്യമാക്കേണ്ടതാണ്. Then right to inspect and receive explanation of a bill.
നമുക്കറിയാം നമ്മള് സേവനം നേടിയെടുക്കുന്നത് ഒരു നിശ്ചിത ബില്ല് പേയ്മെന്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതെങ്ങനെയാണ് ആ ബില്ല് ചെലവായെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനുള്ള അവകാശവും പേഷ്യന്റിനുണ്ട്. റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, ഹോസ്പിറ്റലിന്റെ റൂൾസുകളും അവരെ ചെല്ലുമ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റലിന്റെ എന്താണെന്നുള്ളത് അറിയാതെ എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിനെ അറിയിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സ് എല്ലാം ഹോസ്പിറ്റലുകാർ തന്നെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് റൂൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിനെ അറിയിക്കേണ്ടതുണ്ട്. ഇൻ കേസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും കാണേണ്ടതുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഡോക്ടേഴ്സ് മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. ഇവിടെ ഗവേഷണത്തിന് തയ്യാറല്ല എന്ന ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേമാതിരി തന്നെ ട്രീറ്റ്മെന്റുകൾക്കും എന്തെങ്കിലുമൊക്കെ അതർ കേസ് അല്ലെ കൂടുതൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വേണ്ട എന്നുള്ളത് വെക്കണമെങ്കിൽ ആരോഗ്യപരമായ രീതിയിൽ വേണ്ട എന്നുള്ളത് ഉണ്ടായെങ്കിൽ അത് അതിനുള്ള അധികാരവും അവകാശവും പേഷ്യൻസിനുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസിന്റെ അവകാശങ്ങളാണ് പേയ്മെന്റ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചാൽ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് അല്ലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുമ്പോൾ നമ്മളത് ആയി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി പറയുന്നതും അത് തന്നെ റൈറ്റിന്റെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ then miscellaneous act that can be applied to hospitals. അതായത് മറ്റു ആക്ടുകളുണ്ട്. അത് നമുക്കറിയാം. നിയമം എന്ന് പറയുമ്പോൾ കുറെ ഇതിനകത്ത് കുട്ടികൾസ് തന്നിട്ടുണ്ട്. ചിലതെല്ലാം പേഷ്യൻസിന് അവകാശപ്പെട്ടത്, ചിലതെല്ലാം എന്താണ് ഹോസ്പിറ്റലുകാർക്ക് അവകാശപ്പെട്ടത്, വർക്കേഴ്സിന് അവകാശപ്പെട്ടത്, അങ്ങനെ പല ഇതുകളുണ്ട്. മറ്റ് ആക്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ആക്ടാണ്. അതിൽ പറയുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and the management of institutions established or owned by charitable trust. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചില ചാരിറ്റബിൾ അല്ലെ ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ആ ട്രസ്റ്റ് എന്ന നിലയ്ക്കൊക്കെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അതെല്ലാം എന്തിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. All hospitals in the voluntary sector or a non-government organization in the medical care field should be registered under this act. എല്ലാ തരത്തിലുള്ള സ്വമേധയാ ഉള്ള ഇത്തരത്തിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇതെല്ലാം എന്താണ് നമ്മുടെ ചാരിറ്റബിൾ പർപ്പസോട് കൂടിയിട്ടൊക്കെ ആവുമ്പോൾ അത് എന്തിന്റെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, അത് നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെ സംസ്ഥാനത്തിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആക്ടിന്റെ കീഴിൽ എന്താ പറയുന്നത്? സം സ്റ്റേറ്റ് ഹാവ് enacted their own public charitable trust act which normally controls the detailed working and management of the hospital established by public charitable trust. അതായത് പബ്ലിക് കുറച്ച് മാനേജ്മെന്റ് അതിന്റെ കൺട്രോളും കൂടി വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും മിക്ക സംസ്ഥാനങ്ങളിലും ഇതിന്റെ കീഴിലാണ്, സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ് ഹോസ്പിറ്റലുകൾ. നമുക്കറിയാലോ ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മുഴുവനി പ്രൈവറ്റ് ആയിട്ട് സ്പെഷ്യലൈസ്ഡും മറ്റ് പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. ചിലതിൽ എന്താണ് പകുതി ചാരിറ്റബിൾ ട്രസ്റ്റ് അതേമാതിരി തന്നെ പകുതി പ്രൈവറ്റ് പാർട്ടീസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചിലത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ലേബലിലാണ് എങ്കിൽ അതെല്ലാം എന്താണ് ഇതിന്റെ അതിൽ തന്നെ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ഇൻ സച്ച് സ്റ്റേറ്റ്സ്
The society should also be registered under the state act. ഇനി വീണ്ടും ആക്ട് പറയുന്ന ആക്ടിന്റെ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്. അപ്പൊ നമ്മുടെ പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഹോസ്പിറ്റലിൽ മാത്രമല്ല നഴ്സിംഗ് ഹോമുകൾ മറ്റേതൊക്കെ ആയിട്ട് പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ആക്ടിന്റെ ഏതിലെങ്കിലും രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. There are regional laws in each state controlling the establishment and the standards about the hospitals and nursing homes. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അത് എന്ത് സ്ഥാപനം തുടങ്ങണമെങ്കിലും അവിടുത്തെ പെർമിഷൻ വേണം അല്ലെ. അപ്പൊ ആ ഒരു പെർമിഷനോട് കൂടിയിട്ട് അവരുടെ റീജിയണൽ ലോസ് പ്രാദേശിക നിയമങ്ങൾക്ക് അവരുടെ കീഴിലുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് മാത്രമേ അതെല്ലാം അതെല്ലാം സ്ഥാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നോട്ടബിൾ ആകേണ്ടത്. അപ്പൊ പെർമിഷൻ അതനുസരിച്ചിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് ആ രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത്. ഇന്ന കാര്യങ്ങളുടെ രജിസ്ട്രേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം എടുത്തിട്ടാണ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളൂ. പിന്നെ അതിന്റെ പോലെ തന്നെ ഷോപ്പിന്റെയും കാര്യം പറയുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ കാര്യം മാത്രമല്ല, ഷോപ്പുകളാണെങ്കിൽ നമുക്കറിയാം ഒരു ഓടിപ്പോയിട്ട് ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് പറ്റുന്ന ഫാർമസി ആണെങ്കിൽ പോലും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അത് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദിസ് ഡെഫിനിഷൻ വിത്ത് ദ റീജിയണൽ മുനിസിപ്പൽ jurisdiction should be registered under this act. ഈ ആക്ടിന്റെ കീഴിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഷോപ്പുകളെല്ലാം നമുക്ക് കൊണ്ടു തുടങ്ങാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ. Act is designed to manage the payment of wages, hours or work, leave, holidays, terms of service and other work condition of people who are employed in the shop. അതായത് നമുക്കറിയാം ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടുന്നതിനൊപ്പം തന്നെ നമുക്ക് അവിടെയുള്ള വർക്കേഴ്സുകൾക്ക് അവർക്കും കൂടി അനികാലമായ കുറെ അവകാശങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അവർക്കുള്ള വർക്കിംഗ് അവേഴ്സ്, ലീവുകള്, ഹോളിഡേയ്സുകള്, പിന്നെ മിനിമം വേജ് പേയ്മെന്റ് നമ്മൾ കണ്ടായിരുന്നു. ആദ്യം തന്നെ വേജ് പേയ്മെന്റ് കുറെ കാര്യങ്ങൾ. അപ്പൊ റൈറ്റ്സുകള്, അവകാശങ്ങൾ എല്ലാവർക്കും നേടിയെടുക്കാനുള്ള ഇതുകളുണ്ട്, ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് കണ്ടായിരുന്നു 10 അംഗങ്ങളിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാം, 20 അംഗങ്ങളിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ടേംസുകൾ അല്ലെ ആക്ട് അനുസരിച്ചിട്ടുണ്ട്. ഇതിലും തന്നെയാ പറയുന്നത്, the act is designed to manage the payment of wages, hours of work, leave, holidays, terms of service and other working condition of people who are employed in the shop. ആ ഷോപ്പില് വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ ലീവുകളും വേജസും അതുപോലെ തന്നെ അവരുടെ സർവീസ് സേവനങ്ങളും എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള രൂപരേഖ അതില് ആക്ടിന്റെ കീഴിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം എന്താണ് ആ പെർമിഷനോട് കൂടി മാത്രമേ അവിടേക്ക് സ്ഥാപിക്കാനായിട്ട് ലൊക്കാലിറ്റിയിൽ സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു ചെറിയൊരു ടേമാണ്. അത് ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് വേറൊരു ടേം വരുന്നുണ്ട്, PCPNDT ആക്ട്. അതെന്താന്ന് നോക്കി വെക്കുക. PCPNDT ആക്ട് വാസ് അപ്രൂവ്ഡ് ഓൺ 20th September 1994. അതായത് 1994 അത് അംഗീകാരത്തിൽ വന്നത്. അതിന്റെ ഫുൾ ഫോം എന്താണത്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാച്ചുറൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, അതായത് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻസ്. ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ അല്ലെ ഇന്ത്യയുടെ രീതി അനുസരിച്ചിട്ട് നമുക്കറിയാം എന്താണ് ഇപ്പോ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ, അതായത് നമുക്ക് സെക്സ് അല്ലെ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ലിംഗ നിർണയിച്ചറിയാനായിട്ടുള്ള ഒരു പെർമിഷൻ ലൊക്കേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധനം തടയുകയാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അത് ആ ആക്ട് നിലവിൽ വന്നത് 1994 സെപ്റ്റംബർ 20 മുതലാണ്. പിന്നെ ഇതിൽ പറയുന്നത് ആക്ട് ഈസ് എ സ്റ്റാറ്റ്യൂട്ട് അപ്രൂവ്ഡ് ടു സ്റ്റോപ്പ് ദ ഫീമെയിൽ ഫെർട്ടിലൈസേഷൻ ദാറ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ ദ ഡിക്ലൈനിങ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. അതായത് പെൺഭ്രൂണഹത്യ അത് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് വന്നതിന്റെ പേരിലാണ് ഈ ലിംഗനിർണയം. നമുക്ക് അറിയാം എന്താണ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെയാണ് ഇത് നമ്മൾ കണ്ടെത്തുന്നത്. അത് നിർണയിച്ചു കൊടുക്കുന്നതിനെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പ്രഗ്നൻസി ടൈമിൽ, അതാണ് നാറ്റൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. പ്രഗ്നൻസി ടൈമിലുള്ള ആ ഒരു നിർണയം,
അതിനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലൂടെ എന്താണ് ഫീമെയിൽ ഫെറ്റിസൈഡ് എന്ന് പറയുമ്പോൾ ഭ്രൂണഹത്യ, പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. is a statute approved to stop the female feticide that has resulted in the decline female sex ratio in India. ഇന്ത്യയിലെ പെൺഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാച്ചുറൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അതിന്റെ പ്രധാനമായിട്ടും പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻസ്, ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധനമാണ് അതിലൂടെ തടയുന്നത്. ഓക്കെ, അതും ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഫുൾ ഫോം മസ്റ്റ് ആയിട്ട് നോക്കാം. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാച്ചുറൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, അതായത് പ്രഗ്നൻസി കഴിയുമ്പോഴുള്ള ആ ഒരു നിർണയം. MTP ആക്ട്. MTP ആക്ടിൽ എന്ന് പറയുന്നത് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. An act to approved provide for the stoppage of certain pregnancies by registered medical practitioners and for matter linked therewith. അതായത് ഇതും വേറൊരു പ്രഗ്നൻസിന്റെ ഇതിലുള്ള ഒരു ആക്ട് ആണ്. ഇത് പ്രകാരം പറയുന്നത് an act to provide for the stoppage of certain pregnancy, അതായത് നമ്മള് ഗർഭധാരണം അത് നിർത്തിവെക്കേണ്ടതായിട്ട്, അതായത് അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലെ, ചില കേസുകളിൽ ഡോക്ടേഴ്സിന് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മസ്റ്റായിട്ടും രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് ചില വ്യക്തികൾക്ക് അല്ലെ പ്രഗ്നൻസി ഇതുകൊണ്ട് ചിലപ്പോ കുട്ടിക്കും വുമണിന് പ്രോബ്ലംസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ അറിയിക്കേണ്ടതുണ്ട്. ഇന്ന രോഗാവസ്ഥ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ, ആ ഇഷ്യൂസ് ഡോക്ടേഴ്സ് പേഷ്യൻസിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് ഈ ആക്ട് പ്രകാരം അത് തന്നെയാണ്. An act to provide for the stoppage of a certain pregnancy by registered medical practitioners and for matters linked therewith. അതുമായി ബന്ധപ്പെട്ട് ചില ഗർഭധാരണങ്ങൾ നിർത്തിവെക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് കാരണം വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അത് ഡോക്ടേഴ്സ് ഈ ആക്ട് പറഞ്ഞ പ്രകാരം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇതുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും സമയം തരാം, എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇതൊന്ന് എടുത്ത് തിരുത്തേക്കാം. കാരണം ആക്ട് ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റേജ് എന്റെ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റേജ് എന്നുള്ളത്? ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 came into operation in 1998. Biomedical waste must not be mixed with other waste. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡേഞ്ചറസ് വേസ്റ്റ് ആണ്. അത് മറ്റു വേസ്റ്റുകളെ പോലെ അല്ലെ, എല്ലാ തരത്തിലുള്ള വേസ്റ്റിന്റെ ഒപ്പം തന്നെ അല്ലാതെ നിക്ഷേപിക്കേണ്ടത് നമുക്കറിയാം. ബയോ ഹസാർഡ് എന്ന് പറഞ്ഞാണെങ്കിൽ പ്രത്യേകം ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ബോക്സിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ പ്രത്യേകമായിട്ട് പാലക്കാട് അല്ലെ, അതിന്റെ ഇമേജ് പ്ലാന്റ് അവിടെ കൊണ്ടുപോയാണ് അത്തരം ഇതുകളെ നശിപ്പിച്ച് കളയുന്നത്. നമുക്കറിയാം ബയോ ഹസാർഡ് വേസ്റ്റ് ആയതുകൊണ്ട് മറ്റു വേസ്റ്റുകൾ നശിപ്പിക്കുന്ന മാതിരി എല്ലാം കൂടെ കൂട്ടത്തിലിട്ട് വേസ്റ്റ് നശിപ്പിക്കാനായിട്ടൊന്നും പാടില്ല. കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് അത് നിക്ഷേപിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട റൂൾസുകളുള്ള ഇതാണ് എന്ത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998. അത് കൊണ്ടുവന്നത് 1998 മുതലാണ്. ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ് ബാക്സ് അറ്റ് ദ പോയിന്റ് ഓഫ് generation before its storage, transportation, treatment and disposal. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കൃത്യമായി തന്നെ നിക്ഷേപിക്കേണ്ടതുണ്ട്. ആ വേസ്റ്റ് കൃത്യമായി തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത്. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അത് കൊണ്ടുപോകലും അതിന്റെ ഡിസ്പോസൽ അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ റൂൾ പ്രകാരം എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതി അനുസരിച്ചിട്ട് തന്നെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ആ ടേംസിൽ പറയേണ്ടത്. ലാസ്റ്റിൽ പറയുന്നത് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അതായത് ഇതിൽ പറയുന്നത് ആൻ ആക്ട് ടു ബാൻ വയലൻസ് അഗെയിൻസ്റ്റ് ദ ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ടു പ്രിവെന്റ് ഡാമേജ് ആൻഡ് ലോസ് ടു പ്രോപ്പർട്ടി ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റഡ് therewith.
അതായത് നമ്മൾ പല ആക്ടുകളും കണ്ടു. എന്താണ് വർക്കേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള ആക്ട് ഉണ്ടായിരുന്നു, പേഷ്യൻസിന് അനുകൂലമായിട്ടുള്ളതുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ടൈമിന്റെ കാര്യത്തിലാണെങ്കിലും ചിലപ്പോ അതേമാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കാര്യമായിട്ട് പലതരത്തിലുള്ള ഇതുകളും നമ്മൾ ആക്ടുകളും കണ്ടായിരുന്നു. ഇതിന്റെ ഈ ആക്ട് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അതിന് ഒരിക്കലും എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നിയമപ്രകാരം നല്ല രീതിയിലുള്ള കറക്റ്റ് നടപടി പ്രകാരമൊക്കെ ആയിരിക്കും ഡോക്ടേഴ്സും നഴ്സുമാരും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. എന്നാലും പബ്ലിക്കുകൾക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്കൊക്കെ വേണമെങ്കിൽ ഹോസ്പിറ്റലിനെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് ഉള്ള ബദലായിട്ടുള്ള ഒരു ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. ഈ ആക്ട് പ്രകാരം പറയുന്നത് health care service a persons and to prevent damage and loss to the property in health care service institution and for matters related with അതായത് ആരോഗ്യ പരിപാലന സേവന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണം നിരോധിക്കുന്നതിനും ആരോഗ്യ സേവന സ്ഥാപനത്തിലെ സ്വത്തുക്കൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ആക്ടുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഹോസ്പിറ്റലിന്റെ പ്രോപ്പർട്ടിക്ക് കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് ചാർജ് ചെയ്ത് ആരിൽ നിന്നാണോ ഈടാക്കേണ്ടത് അവരിൽ നിന്ന് ഫണ്ട് ഈടാക്കാനായിട്ടുള്ള അധികാരത്തോടു കൂടിയിട്ട് കുറച്ചുള്ള നിയമങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ട ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻ ഓവർവ്യൂ ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ കയ്യിലുണ്ടോ ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? An overview of health and hospital administration. ഇതിന്റെ ഡൗട്ടുകൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചാപ്റ്റർ നമ്പർ നിങ്ങളൊന്ന് നോക്കാം പരസ്പരം. ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇന്നത്തെ 47 ഉണ്ട്. നമ്മുടെ മൊഡ്യൂൾ പ്രകാരം 6 തന്നെയാണ്. ethical and legal issues 17 ആണെന്ന് പറയുന്നുണ്ട്. ethical and legal issues നമ്മുടെ കൂടി കഴിഞ്ഞു.
നമുക്ക് എന്തായാലും സമയം മൊത്തം കളയാനില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോട്ടെ. എന്റെ കയ്യിലാണല്ലോ. ഓക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്താണെന്ന് പറയുന്നത് ഇല്ല, ടൈം ആയിട്ടുള്ളൂ. എന്തായാലും വെച്ചേക്കാണല്ലോ. 1.5 പാരഗ്രാഫ്. ഒന്നാമതായിട്ട് നമുക്ക് വീക്കിലി 2 hours ആണ് കിട്ടുന്നത്. ഒന്നാമത്തെ വലിയ ചാപ്റ്റേഴ്സും ഉണ്ട്. അതായത് നിങ്ങൾ പറയുന്ന മാതിരി ഞാനത് ലാസ്റ്റ് ടൈമില് എത്തിക്കിന്റെ ഒക്കെ നമുക്ക് ലാസ്റ്റ് ടൈമില് മറ്റേ റിവൈസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇതൊന്ന് സ്പീഡിലെടുത്ത് പോയാലാണ് നമുക്ക് ആ ടൈമില് എന്തെങ്കിലും റിവൈസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അപ്പൊ ആ ടൈമില് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എടുത്ത് തീർക്കണം. എല്ലാവരും പഠിപ്പിച്ചെടുത്തോളാം. എന്താ പറയുക, 3rd ഉം 4th മൊഡ്യൂൾസ് എല്ലാവരും 4th മൊഡ്യൂൾ എല്ലാവരും തുടങ്ങിയെന്ന് തോന്നണേ. ഇതില് സിമ്പിൾ ചാപ്റ്റർ ഇത് വലിയ കുഴപ്പമില്ല. ഇതില് പ്രധാനമായിട്ടും ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് കാര്യങ്ങൾ. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഇതുകളല്ലേ, നമുക്ക് ഡോക്ടേഴ്സും നഴ്സുമാരും അല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ഒക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ക്ലറിക്കലായിട്ടുള്ള കുറെ ഡ്യൂട്ടീസുകളും ചെയ്യുന്ന കുറച്ച് പേഴ്സൺസ് ഉണ്ട് അല്ലെ. അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോയാൽ, നല്ല രീതിയിൽ മാനേജ്മെന്റ് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രമേ ഹോസ്പിറ്റലിൽ നന്നായിട്ട് തന്നെ റൺ ചെയ്ത് പോകുള്ളൂ. ഡോക്ടേഴ്സ് നഴ്സുമാര് അസിസ്റ്റന്റ് പേഴ്സൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒക്കെയാണ്. പക്ഷെ അവരുടെ മാത്രം കാര്യം കൊണ്ട് മാത്രം ഹോസ്പിറ്റലിൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും പുറത്തുനിന്ന് ഇഷ്യൂസ് വന്നാലും നിയമപരമായിട്ട് നമ്മൾ നേരിടേണ്ടി വന്നാലും അതല്ലെങ്കിൽ എന്തെങ്കിലും സെൻസസ് കാര്യങ്ങളൊക്കെ വന്നാലും കൃത്യമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചേഴ്സ് അല്ലെ എല്ലാവരും പൊതുജനങ്ങൾക്ക് എന്താവശ്യപ്പെട്ടാലും അതനുസരിച്ചിട്ടുള്ള ഫേവറബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഹോസ്പിറ്റല് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മാറുള്ളൂ. അപ്പൊ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിത്വമാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാര്, അവരുടെ ആ ഒരു പങ്കുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഞാനൊരു ഫസ്റ്റ് പാരഗ്രാഫ് എടുത്ത് തുടങ്ങിക്കോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തായാലും ഒരു 2-3 പാരഗ്രാഫ് എടുത്ത് വെച്ചു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ഒന്നിച്ചങ്ങനെ പോകാം. എന്താണ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, healthcare management or hospital management is the field that is related to leadership, management and administration of public health systems, healthcare systems, hospitals and hospital network in all the primary, secondary and tertiary sectors. അതായത് നമുക്ക് നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പഠിച്ചിരുന്നു അല്ലെ, അത് ഗ്രാമപ്രദേശങ്ങളില് അർബൺ ഏരിയകളില് അതേമാതിരി തന്നെ നമ്മളുടെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം എന്താണ്, അതെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നിന്റെ കീഴിൽ നിന്നുണ്ട്. നമുക്കറിയാം താലൂക്കുകളുടെ കീഴിൽ നിന്നിട്ടായിരിക്കാം ചിലപ്പോ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. അപ്പൊ ഈ താലൂക്ക് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഈ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ അർബൻ മേഖലകളിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. മിക്കവാറും അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അവിടെ പോയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കറിയാം അംഗനവാടികളിലൊക്കെ മന്ത്ലി ഏതെങ്കിലും ഒരു ടൈമിലൊക്കെയാണ് സേവനങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പൊ അത് അവർക്ക് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്, ചിലപ്പോ ഇച്ചിരിയും കൂടി 1-2 ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് അർബൺ ഏരിയകളിലൊക്കെ ഉണ്ടാവും. അവരും അതിന് മേലേക്കും ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഹോസ്പിറ്റലുകാര് അവരെയും കൂടി എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി ആയിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള ഹെൽത്ത് വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത്
കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങള് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരുടെയാണ്. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്ന മറ്റു പേരുകളുണ്ട്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, or hospital management is the field that is related to leadership. ഇവരെല്ലാം ഒരേ പേരിൽ തന്നെയാണ് മീൻ ചെയ്ത് വെക്കേണ്ടത്. ഇവരെല്ലാം എന്താ ചെയ്യുന്നത്? ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. പൊതുജനങ്ങളുടെ ആ ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങളെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അവരെ മാനേജ് ചെയ്യുന്നതും ലീഡർഷിപ്പ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവർ ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാ? ഹോസ്പിറ്റൽസ് ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് ഇൻ ഓൾ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ്. അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിലുള്ള എല്ലാത്തരം പബ്ലിക് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റംസിന് എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുകയും ലീഡർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വമാണ് എന്ത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതിന്റെ ഉദ്ദേശിക്കുന്നത്. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഫോർ ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്. അതായത് ഇതിന്റെ നമുക്കറിയാലേ, എവിടെയും ഭരണ തലത്തിൽ ഇരിക്കുന്നവരാണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും അതേമാതിരി തന്നെ സർവീസ് പ്രധാനം നല്ല ഹോസ്പിറ്റൽ ആകുമ്പോൾ നല്ല രീതിയിലുള്ള സർവീസ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത്. അവര് ബിസിനസ് ടേംസിലാണെങ്കിൽ പ്രോഫിറ്റബിൾ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും എല്ലാം കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത്. Then as a healthcare administrator, it manages the benefit of employees as well as create a connection between benefits and physicians. നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻസിന്റെ ബെനിഫിറ്റ് അവർക്കും അനുകൂലമായിരിക്കണം, അതോടൊപ്പം തന്നെ പബ്ലിക് ജനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് അല്ലെ. അവർക്ക് മാന്യമായ ഒരു കൂലി അർഹതപ്പെടേണ്ടതുണ്ട്, നല്ല സേവനം പേഷ്യൻസിനും കിട്ടേണ്ടതുണ്ട്. അപ്പൊ അവരുടെ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള മാനേജിങ് അല്ലെങ്കിൽ കൺട്രോളിങ് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലുള്ളവരാണ്. These requirements need a broad background in business skills and specialized knowledge of the healthcare field. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ഇവർക്ക് നല്ലൊരു നോളജ്, ബിസിനസ്സുമായിട്ട് നല്ലൊരു കഴിവും എല്ലാം അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എന്തായാലും പറയാനായിട്ടുള്ള സമയമില്ല. എന്തായാലും ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഓവർവ്യൂ അഡ്മിനിസ്ട്രേഷന്റെ കൊണ്ടുവരും. ഓക്കെ, ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? പറഞ്ഞോളൂ. അവസാനത്തെ ലൈൻ ഉണ്ടല്ലോ, ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ it manages the benefits of employees as well as creates a connection between benefits of physicians. അത് ഫിസിഷ്യനും രോഗിയൊക്കെ ഒരേപോലെ കണക്ഷൻ ബെനിഫിറ്റ്സ് വേണമെന്നാണോ? അതെ, ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇറ്റ് മാനേജ് അദ്ദേഹം തന്നെ benefits employees as well as create a connection between benefits and physicians. അതായത് ഫിസിഷ്യൻസിനും അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിനും എല്ലാവർക്കും തന്നെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ട്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പോവാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്.